ഹലോ, എല്ലാവരും എങ്ങനെയിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പം ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തത് റെക്കോർഡായില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല. ഞാൻ ഓൾറെഡി പ്രോഡക്റ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മീഷോന്ന് ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചതാണേ. കണ്ടോ? മീഷോന്ന് മേടിച്ച പ്രൊഡക്റ്റായിരുന്നു. ഒരു 157 ആ ഒരു എമൗണ്ടിന് ഒരു മിക്സ്ഡ് നമ്മളൊരു എന്താ പറയുക, കോംബോ പാക്ക് മേടിച്ചതാണ്. ഒരു മേക്കപ്പ് സെറ്റിൻ്റെ ഒക്കെ ഒരു കോംബോ പാക്ക് മേടിച്ചത് മിക്സ്ഡ് ആയിരുന്നു. ഒരുപാട് പ്രൊഡക്ട്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ എടുത്തതുകൊണ്ടും അത് ഓൾറെഡി കട്ടായി പോയതുകൊണ്ടും റെക്കോർഡ് ആവാത്തതുകൊണ്ടും ഇപ്പോൾ ഇതൊരു അൺബോക്സിങ് അല്ല. ഞാൻ എടുത്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് ഫസ്റ്റ് തന്നെ ഇത് കണ്ടോ, ഒരു സ്പഞ്ച്, ഒരു ബ്ലെൻഡർ വന്നിട്ടുണ്ട്. നല്ല ബ്ലെൻഡറാണ്, നല്ല സാധനം. ഓക്കെ, പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു കോമ്പാക്ട് പൗഡറായിരുന്നു. കോമ്പാക്ട് പൗഡർ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വീഡിയോ എടുത്തിട്ട് ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കോമ്പാക്ട് പൗഡറായിരുന്നു. ഇതാണ് ആ പൗഡർ വരുന്നത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് ഈ ഒരു സ്പോഞ്ചും ഇതേ കോമ്പാക്ട് പൗഡറിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് അതൊരു മേക്കപ്പ് ഫിക്സർ ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാമല്ലോ. ഞാനത് ഇതിന് മുമ്പ് വേറെ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ ഒരു ബോക്സ് മേടിക്കുന്നത്. ഞാൻ മേടിക്കുന്നതല്ല, വീട്ടിലേക്ക് മേടിക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഇത് ജോസ്മി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവളത് ഹൈലി റെക്കമെൻഡ് ചെയ്ത്, നോക്കുന്നത് അടിപൊളി പ്രൊഡക്റ്റാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതൊരു അൺബോക്സിങ് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അടുത്ത വീഡിയോ പോയില്ലേ. പിന്നെ മൂന്നാമത്തെ ഒരു പ്രോഡക്റ്റ് പ്രൈമർ. ഓക്കെ, ഈ പ്രൈമറാണ് പിന്നെ വരുന്നത്. പ്രൈമറും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. നേരത്തെ വീഡിയോയിൽ ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. കുഴപ്പമൊന്നുമില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, ബ്ലെൻഡൊക്കെ ആവുന്നുണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലല്ലോ, നമ്മളിത് മേടിച്ചല്ലേ ഉള്ളൂ. പിന്നെ വരുന്നതൊരു ഫൗണ്ടേഷൻ. അതും അതിൻ്റെ ഷെയ്ഡോ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഉണ്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. എന്താണ് നല്ല സ്മെല്ല് എന്തായാലും ഉണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും ഉപയോഗിച്ചിട്ട് നോക്കാം. പിന്നെ ഞാൻ ഇന്നത്തെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് ആക്റ്റീവ് ചാർക്കോളിൻ്റെ ഫേസ് വാഷ്. ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ അങ്ങനെയൊന്നുമല്ല. എന്താണ്, ഇത് കറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്ത് ഹൈലി ഓക്കെ, നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടായിരുന്നുകൊണ്ടാണ് ഞാനിത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും മീഷോന്ന് തന്നെയോ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോറിൽ നിന്ന് എവിടെയാണെങ്കിലും മേടിച്ചോളൂ. നമുക്ക് നമ്മുടെ മുഖത്ത് അത്യാവശ്യം നന്നായി ക്ലീനാവും.
എന്താ പറയുക, ഇത് നമുക്ക് ഇച്ചിരി ഗ്ലോ ഒക്കെ വരും. ഇത് ചാർക്കോളിൻ്റെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഗ്ലോ വരും, നന്നായിട്ട് നമ്മുടെ ഫേസ് ഓക്കെ ആവും. എന്താ അധികം ടാനൊക്കെ ഇങ്ങ് മാറും. എൻ്റെ മുഖത്തുണ്ട് കേട്ടോ, എന്നാലും ഇത് ഭയങ്കര റെക്കമെൻഡഡ് ആണ്. ഓക്കെ, ഇത് യൂസ് ചെയ്തോളൂ, ഭയങ്കര റെക്കമെൻഡഡ് ആണ്. ഞാനത് യൂസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് പറയണേ കറക്റ്റായിട്ട്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇപ്പം ഇത് വലിയ നല്ല ഷെയ്ഡൊന്നും അല്ല തോന്നുന്നു. ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം യൂസ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഇതാണ് ഈ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. ഇത്രയും പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിട്ട് എനിക്ക് ആകെ 157 രൂപയൊക്കെ ആയിട്ടുള്ളൂ. അത് പല റേറ്റിൻ്റെ ആയിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നോക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. എന്തായാലും ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. ഓക്കെ, താങ്ക് യു.